ഒരുത്തിനെ കാണുന്നില്ല. ഇവളെന്താ അവിടെ ഒളിഞ്ഞിക്കോ? ഞങ്ങള് ഒന്ന് മാവില്ലാത്തോട് വരെ പോയിട്ട് വരാം. ഒരു എന്താ സംഭവം? പാർക്കല്ലേ? പാർക്കാണോ? ആ പാർക്ക്, മറ്റേ പഴശ്ശിയുടെ അല്ലേ. അപ്പൊ നമ്മള് ഒരു വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ മഴയൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിന്നെ പോയിട്ട് വരാം. മുത്ത് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്, ഇവിടെ എത്തിയിട്ടുണ്ട്. നാളെ പോകും. അപ്പൊ നമ്മൾ ഇന്നൊന്ന് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു. ഒരു വീഡിയോ കൂടി അല്ല, അപ്പൊ വെയില് കണ്ടപ്പോ നമ്മളൊന്ന് കറങ്ങാന്ന് വിചാരിച്ചു. ചായനോട് ചോദിച്ചപ്പോ ചായ കൊണ്ടാവാ. നമുക്ക് പോകാം. അവിടെ എത്തിയിട്ട് കാണിക്കാം. ടാപ്പി ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഇതാണ് സ്ഥലം. ഇവരൊന്നും കാണുന്നില്ലല്ലോ. ഇവരൊക്കെ അതാ അവിടെ നിൽക്കുന്നു. നിക്കുന്നേ ആരാ നിക്കുന്നേ? പേടി. പേടിച്ച് നിക്കുവാണോ? ഓ പേടിയാണോ ഭാവിക്ക്? അയ്യോ എന്റെ കൊച്ചിന് പേടി. ഇനിയിപ്പോ എങ്ങനെ ഇറങ്ങും? നല്ല ആൾക്കാരാ, കേറിലൊക്കെ കേറി. പക്ഷെ ഇറങ്ങാൻ വയ്യ, പേടി. കൊച്ചിന് പേടിയാന്ന് വെച്ചാൽ സമ്മതിക്കാം, മുത്തിനും പേടിയാ. ഞാൻ വരണോ? അയ്യോ കൊച്ചു പേടിച്ചിട്ട് മൂലക്ക് നിൽക്കുക. അല്ല ഇതിപ്പോ മുത്തിറങ്ങി അവള് കേറിയിരുന്നു. ഇപ്പൊ അവള് ഇറങ്ങും, മുത്ത് കയറും. പടച്ചോൻ എന്താവോ എന്തോ. അത് കുഞ്ഞു കുട്ടികളുടെ അല്ലേ. പോത്ത് പോലുള്ള നീ അതിനകത്ത് കയറി എങ്ങനെയായിരിക്കും? അയ്യേ ഇവിടെ പേടിക്കണ്ട കുഞ്ഞാപ്പി. ഈ കൊച്ചിന് ഭയങ്കര പേടിയാ. ആ നമുക്ക് ഊഞ്ഞാലയാടാം. ഊഞ്ഞാലയാടി നോക്കാം. ഇത് കറക്കണം കേട്ടോ നമ്മള്. അയ്യേ കൊച്ചിന് ഒന്നിനും ഇത് ഇച്ചിരി ഞാൻ ഇത്തിരി ജ്യൂസ് കൊടുക്കും. മടുത്തു അയ്യോടാ. പേടി പേടിക്കണ്ട കുഞ്ഞാപ്പി. നീ ഇറങ്ങണ്ട ഇന്ന്. ബേബിക്ക് ഒന്നിനും പേടിയാ. ബേബിക്ക് അതെ, ബേബി ഭയങ്കര പേടി. അപ്പ ഇരുത്തും. പപ്പന്റെ മടിയിലിരിക്കണോ? മടിയിലിരിക്കണോ? നീ അതിനാ തൂരിയിട്ടല്ലേ. ഡാന്റെ മടിയിലിരിക്കുന്നവൻ. അപ്പ എടുക്കുന്ന എന്തിനാ? അച്ചോ അമ്മയെല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഹായ്. മഴയും വെയിലും കൊണ്ട ചെളി മൊത്തം അവളുടെ ഉടുപ്പേ പറ്റിച്ച് ഊരിയതാ. ഇതിനകത്തിരുന്നു കുഞ്ഞാപ്പിയെ. അതിൽ കയറിയിരിക്കുന്നോ? ബേബിലൊക്കെ എപ്പോഴും പേടിയാണല്ലോ. അപ്പ കൂടെ ഇരിക്കും. അപ്പ പിടിക്കും. അതാ ചേച്ചി. എന്റെ പൊന്നെ, ഇപ്പൊ എല്ലാരും ഇരുന്ന് ആരും വാട്ടും.
ചെറിയ കുട്ടികൾ. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടിനെയും പോലീസ് ഇടിക്കും. ആ കുന്തളിപ്പ് മാറി കിട്ടിയില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. താഴെ ഇറക്കണ്ട, വാട്ടിക്കൊണ്ടായിരുന്നു. കുട്ടികളുടെ കുറേ കാര്യങ്ങളുണ്ട് കളിക്കാൻ. അതവിടെയൊക്കെ ഉണ്ട്. പേടി മൊത്തം പേടിയാ ബേബിലേക്ക്. മഴയത്ത് വീണതാന്ന് തോന്നുന്നു. ഈ തല പൊട്ടും. ഞാൻ കാണിച്ചു അത് കാണണ്ട. ബോംബ് പൊട്ടി. ആരും അറിയണ്ട. ബത്തേരി ഉണ്ടായിരുന്നത്. ആ ബോംബ് പൊട്ടിക്കാനല്ല. അത് കണ്ടില്ലല്ലോ. അത് വിടുന്നില്ല, കേറുന്നില്ല. ഇതിന്റെ മുകളിൽ കയറിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എന്താ കാണിക്കുന്ന കുഞ്ഞാപ്പി? അവന് വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ ഈ വണ്ടി. അവന് ഇവിടുന്ന് ഓടിക്കാൻ. ആ കുഞ്ഞേ, നീ വണ്ടി ഓടിക്കാൻ വന്നിയാ? വണ്ടി ഓടിക്കാൻ വന്നിയാ? അച്ചോ സമൃദ്ധി. ഇതാണ് കേട്ടോ പഴശ്ശിരാജ. ഇങ്ങനെയാണോ മുഖം എനിക്കറിയില്ല. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം. എന്താ ഇപ്പം നമ്മളിവിടെ ഇവിടെയാണുള്ളത് കേട്ടോ. ഇവിടെ കുറേ പേര് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ. ചേനോടെ ചോദിച്ചാലും കാണുന്നില്ല. ചോദിച്ചാലും എന്തി? ആ അതാ ഇവിടെ നിൽക്കുന്നു. ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ കാണാൻ തോന്നുന്നുണ്ട്. ഇത് പൂ, നല്ല പൂ നല്ല രസമില്ല. ഞാൻ ഇവിടെ കുറേ ചെടികളുണ്ട്. കുറേ ഉണ്ട്. നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല. പിന്നെ കാണാതെ പറിക്കുന്നവർക്ക് പറിച്ചിട്ട് പോകാം. നല്ല ഭംഗിയില്ലേ? അയ്യേ, ഇതിനൊന്നിനും പറ്റില്ല. ഇങ്ങനത്തെ സാധനത്തിന് അയ്യേ, ഇനി അങ്ങനത്തൊന്നും പറ്റില്ല. അവിടെ ആട്ടാൻ വേവിച്ചാട്ടാൻ പറ്റില്ല. ഞാൻ അടുത്തൊന്ന് കമ്പത്തിലെടുക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുവോ? ഇതാണ് കേട്ടോ കേരളവർമ്മ പഴശ്ശിരാജയുടെ പ്രതിമ. ഇതാണ് സംഭവം. ഈ ചെരുപ്പ് പൂജ വെച്ചിട്ട് കിടന്നു കയറിയോ? മെല്ലെ മെല്ലെ കാല് പൊള്ളുന്നുണ്ട്. നല്ല പൊള്ള, ഭയങ്കര ചൂട്. ശവകുടീരെ മാനന്തവാടി. അതെനിക്കറിയാം, കാരണം ഞാൻ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. എൻ്റെ വീട് മാനന്തവാടി. അതറിയുക. പഴശ്ശിരാജയുടെ പാർക്ക, പഴശ്ശിരാജ പാർക്ക, അങ്ങനെ പഴശ്ശി പാർക്കാന്നറിയാം, വേറൊന്നും അറിയില്ല. ഇങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു. റോസാപ്പൂ തോട്ടം കാണിച്ചാൽ അതിനെ പിച്ചായം പുച്ഛിച്ചു. അതിനകത്ത് കമ്പ് മാത്രമേ ഉള്ളൂ, ഇലയുമില്ല പൂവുമില്ല. കളിക്കുന്ന വെച്ചേ വാ, നമുക്ക് പോകണ്ടേ? അമ്മൻ്റെ കൈ പിടിക്ക്, അമ്മൻ്റെ കൈ പിടിക്ക്. വാ, ഊഞ്ഞാലാടി കളിക്കുക. വാ അമ്മ, വാ പോകാം. ഇതാണ് ചായം പോവുകയാണ്. ഇനിയിപ്പോൾ പോയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കണമെന്നുണ്ട്. ഇവിടെ അകത്തേക്കൊന്നും കയറ്റില്ല.
പുറത്ത് പോയി കഴിക്കണം. വാ അമ്മ, വാ വാ. അപ്പേൻ്റെ കൂടെ പോകും. അതിൽ കമ്പിലൊന്നും തട്ടി ഇതാക്കല്ലേ. കുഞ്ഞാപ്പി അതൊന്നും ഇതാക്കല്ലേ. ഇതാണ് റോസാപ്പൂ തോട്ടം. അത് റോസിയൊന്നുമില്ല. ചെറുതിൽ വന്നിരുന്നിട്ട് നീ എന്തിനാ കുഞ്ഞാപ്പി കൈ അടിക്കുന്നേ? അയ്യേ ഇത് ചെറുതല്ലേ, ഇതിനെന്തിനാ പേടിക്കുന്നേ? മറ്റേത് വലുതാ. മൂന്നുപേരും കൂടെ ഒരു ഊഞ്ഞാലിക്കൊള്ളൂ. ഞാനിരുന്നതിന് ഊഞ്ഞാല കൊട്ടു. ചിരിയൊക്കെ വരുന്നുണ്ടേ. പശു അല്ല, കോഴി. കോഴി. കോഴിയെ കാണും. കോഴിയെ കാണണോ? നീ കണ്ണാടി പോയി നോക്കിക്കോ. എടാ നിന്നെ അപമാനിച്ചടാ. എടാ അവനോട് കണ്ണാടി പോയി നോക്കാം കോഴിയെ കാണാൻ. 2 കോഴി, അച്ഛൻ കോഴിയും 2 കോഴികൾ, വലിയ കോഴിയും ചെറിയ കോഴി. നിങ്ങള് ഞങ്ങളൊക്കെ ഭയങ്കര ഡീസന്റ്. എടാ നമ്മളെ അപമാനിച്ചു. ഇത് കൊടുക്കടാ പോയിട്ട്. കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചു, റെസ്റ്റ് എടുക്കുകയാണ്. നേരത്തെ ഹായ് ഹായ് എണിച്ചെടുത്ത് നമ്മളിവിടെ ഇരിക്കുകയാണ്. അവിഞ്ഞു ഊഞ്ഞു പോയി. ഇനി ഐസ്ക്രീം കഴിക്കണം. അപ്പോൾ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞു. കുറേയൊക്കെ എടുക്കാൻ പറ്റിയില്ല, കുറേയൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതിനകത്തേക്ക് ഫുഡ് കാര്യങ്ങൾ ഐറ്റംസ് ഒന്നും കിടക്കില്ല. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വിശപ്പല്ല, ഐസ്ക്രീം കഴിക്കണം. അപ്പം നമുക്ക് പോകാം. പോകുമ്പോൾ ഇങ്ങനെ വഴി കാണിച്ചാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് പോകാനോ? ഓടി. അവിടെ കുറേ ഒരു പൂക്കളൊക്കെ ഉണ്ട്. ചെണ്ടുമല്ലിയൊക്കെ ഉണ്ട്. അപ്പം മേടിച്ചെന്നെയാ പച്ചക്കളർ ഐസ്ക്രീം വേണം. പിസ്ത, വാനില, ബട്ടർസ്കോച്ച്, സ്ട്രോബെറി. എനിക്കൊരു ചേട്ടാ 2 ഫ്ലേവർ മിക്സ് ആക്കി തരൂ. അതും അത് ബട്ടർ സ്കോച്ചാ? അത് പൊന്നേതാ? കോണം. എനിക്ക് കോണം. ചോക്ലേറ്റ് ഇല്ല. റെഡ് വെൽവെറ്റ്, ബട്ടർസ്കോച്ച്. റെഡ് വെൽവെറ്റ് രസമുണ്ട്. ഞാൻ റെഡ് വെൽവെറ്റ്. ഓക്കെ. റെഡ് വെൽവെറ്റ് നല്ല ടേസ്റ്റാണ്. തൊലി പൊളിക്കാദ്യം. തോലി പൊച്ചോ? ബട്ടർസ്കോച്ച് നല്ല. പക്ഷേ റെഡ് വെൽവെറ്റ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടോ. ഞാൻ രണ്ടാമത്തെ കഴിക്കുന്നത്. അതേത് കണ്ണാ കളറ്? ഇതെന്താ കളറ്? ഇതെന്താ കളറ്? കേക്കിന്റെ ടേസ്റ്റാ.
ഇതിങ്ങനെ ഉടുപ്പ് ഇങ്ങനെ ഊരണം ഇങ്ങനെ ഊരാൻ കിട്ടുമല്ലോ. വെച്ചിട്ടുള്ള പക്ഷേ ഇതിൻ്റെ ഉടുപ്പ് ഊരാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഊരി വെക്കും. ഇങ്ങനെ ഇറങ്ങി നടക്കണോ? തിരിച്ചു പോവാണ് കേട്ടോ. ഐസ്ക്രീമൊക്കെ കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ചു, തിരിച്ചു പോകുക. ക്ഷീണിച്ചു, പോയിട്ടൊന്ന് കിടക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് തരാം. ടാറ്റ ബൈ ബൈ. ടാറ്റ കൊടുക്കും ഞാനീ. ടാറ്റ കൊടുത്തേ. ഓക്കെ.